ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 1 മണിവരെയുള്ള കണക്കനുസരിച്ച് 61% മുകളിൽ പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 142 മണ്ഡലങ്ങളിലായി 1448 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ട്. 41,001 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 വരെ തുടരും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെടുപ്പിനോടനുബന്ധിച്ച് പശ്ചിമബംഗാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൌത്ത് 24 പർഗാനാസിലും നാദിയയിലും ഉണ്ടായ ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പോളിംഗ് പൊതുവെ സുഗമമായാണ് മുന്നോട്ടു പോകുന്നത്. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. മെയ് 4-ന് രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. തപാൽ വോട്ടുകളാകും എല്ലാ മണ്ഡലങ്ങളിലും ആദ്യം എണ്ണുക. തുടർന്ന് 30 മിനിറ്റുകൾക്ക് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കും. തപാൽ ബാലറ്റ് പേപ്പറുകൾ റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്തായിരിക്കും എണ്ണുക. വോട്ടെണ്ണൽ ഹാളിലെ മറ്റു മേശകളിൽ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരാവും വോട്ടിംഗ് യന്ത്രങ്ങളിലെ എണ്ണൽ കൈകാര്യം ചെയ്യുക. ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി സ്പീക്കർ AN ഷംസീർ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ സന്ദർശിച്ചു. സ്പീക്കറിന് സർവ്വഭാവുകങ്ങളും നേർന്ന ഗവർണർ ഭാവി ജീവിതത്തിന് ആശംസകളും രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട് ജില്ലകളിൽ ശനിയാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കടുത്ത ചൂടിന് ആശ്വാസം പകർന്നാണ് സംസ്ഥാനത്ത് വേനൽമഴ ശക്തി പ്രാപിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയോടെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിക്കും. ജുഡീഷ്യൽ കമ്മീഷന്റെ യോഗം തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ പൂർത്തിയായി. രാജ്യത്തെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ 256 ഗിഗാവാട്ടിന് മുകളിലാണ് ഈ മാസം 25-ലെ വൈദ്യുതി ഉപഭോഗമെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. 2024 മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയ 250 ഗിഗാവാട്ട് എന്ന റെക്കോർഡാണ് ഇതിലൂടെ മറികടന്നത്. അയൽ രാജ്യങ്ങളിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിസന്ധി കണക്കിലെടുത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം ഇന്നലെ തീരുമാനിച്ചിരുന്നു. വൈകുന്നേരം 6-നും 12-നുമിടയിൽ അരമണിക്കൂറിൽ താഴെ സമയത്തേക്ക് ആയിരിക്കും നിയന്ത്രണം. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതിതിരുനാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന മെയ് 1-ന് തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9 മണി മുതൽ കോട്ടയ്ക്കകം ലെവി ഹാളിലായിരിക്കും പരിപാടികൾ. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. നെടുംകണ്ടം ഇരട്ട കൊലപാതക കേസിൽ പ്രതി സജിയെ നെടുംകണ്ടം കോടതി റിമാൻഡ് ചെയ്തു. പ്രതിയെ പീരുമേട് ജയിലിലേക്ക് കൊണ്ടുപോയി. മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലാണ് സജിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ തലശ്ശേരിയിൽ വൈദ്യുതാഘാതമേറ്റ് KSEB കരാർ തൊഴിലാളി മരിച്ചു. കുണ്ടുചിറ സ്വദേശി രാജൻ ആണ് ഇന്നലെ രാത്രി 110 kV സബ്സ്റ്റേഷന്റെ എർത്ത് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 721 പോയിന്റ് നേട്ടത്തിൽ 77,608-ലും നിഫ്റ്റി 204 പോയിന്റ് ഉയർന്ന് 24,200-ലും വ്യാപാരം തുടരുന്നു. രാവിലെ ഉയർന്ന് സ്വർണ്ണവില ഇന്ന് ഉച്ചതിരിഞ്ഞ് 680 രൂപ കുറഞ്ഞു. പവന് 1,10,320 രൂപയും ഗ്രാമിന് 13,790 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കായിക മേഖലയോടുള്ള താൽപര്യത്തെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പ്രശംസിച്ചു. കുട്ടികൾക്കൊപ്പം ഫുട്ബോൾ കളിക്കുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം അദ്ദേഹം പങ്കുവച്ചു. ഗാങ്ടോക്കിൽ ഇന്നലെ യുവതാരങ്ങൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച പ്രധാനമന്ത്രി ഊർജ്ജസ്വലമായ അനുഭവമായാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും പിന്മാറുന്നതായി UAE. മെയ് 1 മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധിക്കിടെയാണ് ഈ നീക്കം. ആഗോള എണ്ണ വിതരണത്തിൽ ഒപെക്കിന്റെ നിയന്ത്രണം ദുർബലമാക്കുന്നതാണ് ഈ നീക്കം. കൂടുതൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാൻ UAEക്ക് തീരുമാനത്തിലൂടെ സാധിക്കും.
ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കുന്നത് വിദ്യാഭ്യാസത്തിനുള്ള മൌലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി. സമീപ സ്കൂളുകളിൽ കുട്ടികൾക്ക് പ്രവേശനം നൽകാൻ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്കടക്കം നിയമപരമായ ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.